മനുഷ്യരാശിക്ക് ഇന്നും വലിയ നിഗൂഢതയായി തുടരുന്ന, എന്നാൽ ജീവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. പലപ്പോഴായി പല കാലങ്ങളിൽ ശാസ്ത്രജ്ഞർ ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യവാസത്തിന് ഉതകുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഈ ചുവന്ന ഗ്രഹത്തിൽ നിന്ന് ലഭിക്കുമോ എന്ന അന്വേഷണത്തിലൊടുവിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. ചൊവ്വയ്ക്കുള്ളിൽ ഒരു ഉറച്ച ആന്തരിക കാമ്പ് അഥവാ സോളിഡ് കോർ ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ നേരിട്ടുള്ള തെളിവ് ലഭിച്ചു എന്നതാണ് പ്രതീക്ഷ നൽകുന്ന വാർത്ത. ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിലെയും അമേരിക്കയിലെയും ശാസ്ത്രജ്ഞർ ഒരുമിച്ച് നടത്തിയ ഗവേഷണത്തിൽ വളരെ കാലമായി നിലവിലില്ലെന്ന് കരുതിയിരുന്ന ഒരു ഘടനയാണ് ചൊവ്വയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചൊവ്വ എന്ന ചുവന്ന ഗ്രഹം എങ്ങനെ രൂപപ്പെട്ടെന്നും ഗ്രഹത്തിന്റെ താപനില വ്യതിയാനങ്ങൾ എങ്ങനെയാണ് എന്നും മനസ്സിലാക്കാനും നിലവിലുള്ള സിദ്ധാന്തങ്ങളെ പൊളിച്ചെഴുതാനും വരെ ഈ കണ്ടെത്തലിന് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 600 കിലോമീറ്റർ, ഏകദേശം 373 മൈൽ റേഡിയസിൽ ഭൂമിയുടെ ആന്തരിക കാമ്പിന് സമാനമായ അനുപാതത്തിലാണ് ഈ സോളിഡ് കോർ ഉള്ളത്. ചൊവ്വയുടെ മൊത്തം റേഡിയസിന്റെ 18% വരും ഇത്. ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ലാത്ത നാസയുടെ ഇൻസൈറ്റ് ലാൻഡർ ശേഖരിച്ച ഡേറ്റ ഉപയോഗിച്ചാണ് ചൈനയിലെ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിലെയും അമേരിക്കയിലെ ഓസ്റ്റിനിലെ ടെക്സസ് സർവകലാശാലയിലെയും ഗവേഷകർ ചൊവ്വയുടെ ഈ മറഞ്ഞിരിക്കുന്ന സോളിഡ് കോറിനെ കണ്ടെത്തിയത്. ചൊവ്വയുടെ ഉൾവശത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ 2017 വിക്ഷേപിച്ചതാണ് നാസയുടെ ഇൻസൈറ്റ് മിഷൻ. ഇതിൽ സ്ഥാപിച്ചിരുന്ന ഒരു സിസ്മോമീറ്റർ ചൊവ്വയുടെ പ്രകമ്പന പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ആന്തരിക താപപ്രവാഹത്തെ ഒരു ഹീറ്റ് പ്രോബ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുകയും ചെയ്തു. 2 തരത്തിലുള്ള തരംഗങ്ങളാണ് റെക്കോർഡ് ചെയ്തത്. ഗ്രഹത്തിന്റെ കോർ വഴി സഞ്ചരിച്ച ഒരു തരംഗവും ആന്തരിക കാമ്പിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച മറ്റൊരു തരംഗവും റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇതുവഴി ഭൂമിക്കും ചന്ദ്രനും സോളിഡ് കോഴ്സ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന അതേ പാറ്റേൺ ചൊവ്വയ്ക്കും സാധ്യമായി എന്ന കണ്ടെത്തലിലേക്ക് എത്തുകയായിരുന്നു ഗവേഷകർ. ഈ തരംഗങ്ങൾ വഴി എത്രത്തോളം വലുപ്പത്തിലാണ് ചൊവ്വയിൽ ആ സോളിഡ് കോർ ഉള്ളതെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ടെക്ടോണിക് പ്ലേറ്റുകൾ ഈ ഗ്രഹത്തിന് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ നാസ ഇൻസൈറ്റ് മിഷൻ ഉപയോഗിച്ച് നടത്തിയ ഗവേഷണത്തിലെ ഫലങ്ങൾ പുതിയ പല അറിവുകൾ നൽകുകയാണ്. ശാസ്ത്ര ജേണലായ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ഈ കണ്ടെത്തലുകൾ ചൊവ്വയെ സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ പുതിയ വിവരങ്ങൾ നൽകുന്നതാണ് എന്നാണ് മെരിലാൻഡ് സർവകലാശാലയിലെ പ്ലാനറ്ററി സിസ്മോളജിസ്റ്റായ നിക്കോളാസ് ഷ്രൈമർ കുറിച്ചത്. ചൊവ്വ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള പുതിയ സൂചനകൾ നൽകുന്നതിനോടൊപ്പം ടെക്ടോണിക് പ്ലേറ്റുകളുള്ള ഒരേയൊരു ഗ്രഹം ഭൂമി മാത്രമല്ലെന്നും ഈ ഗവേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ്.